നമ്മൾ മലേഷ്യയിലെത്തിയിട്ടുള്ള ആദ്യ ദിവസമാണിന്ന്. ഇന്ന് നമ്മൾ ബാട്ടു കേവ്സിലോട്ടാണ് പോകുന്നത്. എല്ലാവർക്കും നമ്മളുടെ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നു. രാവിലെ ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് സിറ്റി കാണാനും ബാട്ടു കേവ്സ് അതുപോലെ തന്നെ ജെൻഡിങ്ങൊക്കെ കാണാൻ വേണ്ടിയാണ്. നമ്മളിപ്പോൾ ഇവിടുന്ന് നേരെ ഒരു വണ്ടി എടുത്ത് നേരെ അങ്ങോട്ട് പോവാണ്. ഇവിടെ കാണാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു 1 day 2 day ഒക്കെ വന്നാൽ നമുക്ക് പുത്രജയ, അതുപോലെ തന്നെ ലഗൂൺ, ഒരു സൺവേ ലഗൂൺ എന്ന് പറഞ്ഞൊരു ടൂറുണ്ട്. പിന്നെ ക്യാമറൂൺ ഐലൻഡ് ഉണ്ട്. പിന്നെ ഹിസ്റ്റോറിക്കൽ മലേക്ക ടൂറുണ്ട്. ജെൻഡിങ് ഹൈലാൻഡ് ഉണ്ട്. പിന്നെ നമ്മുടെ ഈ പെട്രോണാസ് ടവറും അതും ഇതുമൊക്കെ കാണുന്ന ആ സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ളതാണ് ഇവിടെ കാണാനുള്ളത്. അതുപോലെ തന്നെ ഒരു ഐലൻഡ് കൊണ്ടുവന്നത്. പിന്നെ പെനാങ് എലിഫൻറ്റ് സാങ്ച്വറി, അങ്ങനെ സംഭവങ്ങൾ കുറേ ഉണ്ട്. നമ്മളിപ്പം പോകുന്നത് ബാട്ടു കേവ്സിലോട്ടാണ്. ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം വരും. 40 റിങ്കറ്റ് എന്താണ് പ്രൈസ് ഇവിടെ നിന്ന് നമുക്ക് ബാട്ടു കേവ്സ് വരെ പോകാൻ. ഈ മുകളിൽ കാണുന്ന ഇത് വന്നിട്ട് മോണോ റെയിലിൻ്റെ പാലമാണ്. ഇതുവഴി ട്രെയിൻ പോവും, സിറ്റി ട്രെയിൻസ്. നമ്മൾ ഏതാണ്ട് ഒരു 40 മിനിറ്റോളം ഡ്രൈവ് ചെയ്ത് സിറ്റി വിട്ടിട്ട് ബാട്ടു കേവ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ബാട്ടു കേവ്സിൽ ഇപ്പോൾ എത്തും. നമ്മളിവിടെ എത്തി ബാട്ടു കേവ്സിൽ. ഇവിടാണ് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് പ്ലേസ്. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ എത്തി. ഇപ്പം നമ്മൾ നേരെ ഇവിടോട്ട് പോവാം, ബാട്ടു കേവ്സിലോട്ട് പോവാം. പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ടൂർ പാക്കേജ് ഒന്നും എടുക്കാൻ നമ്മൾ സ്വയം പോവുകയാണെങ്കിൽ, ഒറ്റയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ വളരെ റീസണബിൾ പ്രൈസേ ഉള്ളൂ, വലിയ എക്സ്പെൻസീവ് ഇല്ല. നമ്മളിപ്പോൾ സിറ്റിയിൽ നിന്ന് ഇവിടോട്ട് വരാൻ വേണ്ടി ഗ്രാബ് എടുത്തതിന് നമുക്ക് കോസ്റ്റ് ആയത് അറൗണ്ട് 40 റിങ്കറ്റാണ്. അതായത് ഒരു 800 രൂപ, ഇന്ത്യൻ റുപ്പീസ്. ഇവിടുന്ന് തന്നെ നമുക്കിപ്പം വന്നിട്ട് ഇതേ KL സെൻറ്ററിൽ നിന്നൊക്കെ നമുക്ക് ഇങ്ങോട്ട് ബാട്ടു കേവ്സിലോട്ട് ബൈ ട്രെയിന് വരുന്നതിന് മാക്സിമം ഒരു 4-5 റിങ്കറ്റേ ആകത്തുള്ളൂ. അപ്പം ട്രാൻസ്പോർട്ടേഷൻ ഇവിടെ വലിയ എക്സ്പെൻസീവ് അല്ല. കുരങ്ങന്മാരെ കൊണ്ട് ഇവിടെ നടക്കാൻ പറ്റില്ല, അത്രയും കുരങ്ങ. നമ്മൾ മലേഷ്യ വന്നു കഴിഞ്ഞാൽ ആദ്യം വന്ന് വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ബാട്ടു കേവ്സ്. എല്ലാവരും ഇവിടെ വിസിറ്റ് ചെയ്യാതെ പോയില്ല. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ്. അവിടെ ഒരു ഗരുഡൻ കാണാം ഇവിടെ നിന്നാൽ. മുരുകൻ്റെ അമ്പലം ആയതുകൊണ്ട് തന്നെ മയിലിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. ഇവിടെ മയിലിനെ വളർത്തുന്നുണ്ട്. കേരളത്തിലെ കാലാവസ്ഥയാണ്. മഴയുണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ ഒരുമാതിരി പുകയുന്ന ചൂട് അതുമുണ്ട്. ഇവിടെ മയിൽപ്പീലിയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഞങ്ങളൊരു 12 വർഷം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് ഈ ഒരു അമ്പലം ഇവിടെ ഇല്ല എന്നാണ് തോന്നുന്നത്. അതോ ഉണ്ടോ ഓർമ്മയില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടായിട്ട് ഓർമ്മയില്ല. മുരുകനുണ്ടായിരുന്നു. നമ്മളിനി ഇതിൻ്റെ മേലോട്ട് കയറാൻ പോവാം. ഇവിടെ ഉണ്ടായിരുന്നു. ശരിക്കും ഞാൻ വിചാരിച്ചത് ഇല്ലായിരുന്നു, പക്ഷെ ഇത് ഉണ്ടായിരുന്നു. ഇവിടെ പ്രാക്കളെ കൊണ്ടൊരു വലിയ പ്രാവിൻ്റെ ഇടയ്ക്ക് കുരങ്ങ്. രസകരമായ കാഴ്ചയാണിത്. ഇത് കൊള്ളാം. ഡൊണേഷൻ ബോക്സ്. കയറുമ്പോൾ സൂക്ഷിക്കണം, കാരണം ഒരു ചെറിയ ഹാഫ് ലെഗ് വെക്കാനുള്ള സ്പേസേ ഉള്ളൂ. കണ്ടോ,
അപ്പം അത്രയേ ഉള്ളൂ വലിപ്പം. അപ്പം സൂക്ഷിക്കണം കയറുമ്പോൾ. നമ്മളിപ്പോൾ ഇത്രയേ കയറിയിട്ടുള്ളൂ. പക്ഷേ പതുക്കെ പതുക്കെ കയറുവാണെങ്കിൽ കുഴപ്പമില്ല. ആ ഒരു വലിപ്പം കാണണമെന്നുണ്ടെങ്കിൽ അടുത്ത് തന്നെ വരണം. ഭയങ്കര വലിപ്പമാണ് ഇതിന്. ഒരു 5-6 നില കെട്ടിടത്തിൻ്റെ മേളിൽ വരും ഇതിൻ്റെ ഹൈറ്റ് മുരുകൻ്റെ. നമ്മളിങ്ങനെ ഈ സ്റ്റെപ്പെല്ലാം കയറി ഏറ്റവും മുകളിലെത്തുമ്പോൾ നമുക്ക് കേവ്സ് കാണാം. അതുപോലെ ഇത് വന്നിട്ട് ലൈം സ്റ്റോൺസ് ആണ്. ഈ പാറകൾ മുഴുവൻ ഭയങ്കര നാച്ചുറലായിട്ടുള്ളൊരു ബ്യൂട്ടിയാണ്. നമുക്ക് മുകളിലോട്ട് കയറുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ മുരുകൻ്റെ ആ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് നിയർ അബൌട്ട് 43 മീറ്ററാണ്. മുരുകൻ സ്റ്റാച്യുവിലെ ഏറ്റവും ലോകത്തിൽ പൊക്കം കൂടിയ ഒരു സ്റ്റാച്യു ഇതാണ്, മുരുകൻ്റെ സ്റ്റാച്യൂസ്. അതുപോലെ മുരുകന് ഇവിടെ പ്രധാനപ്പെട്ട ഒരു ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ തൈപ്പൂയ കാവടിയാണ്. അതിവിടെ ഭയങ്കര ആഘോഷമാണ്. ഒത്തിരി ഫോറിനേഴ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത്, അതായത് ഈ ഒരു പരിപാടി വരുമ്പോൾ, ആഘോഷം വരുമ്പോഴത്തേക്കും പങ്കെടുക്കാറുണ്ട് മലേഷ്യയിൽ. ഇനിയുണ്ട് കുറച്ചുകൂടെ. ഞാൻ കണ്ടില്ല, ഇവൻ എൻ്റെ തൊട്ടടുത്ത് നിൽപ്പുണ്ടായിരുന്നു അണ്ണൻ. കേവ്സിൻ്റെ പരിസര പ്രദേശത്ത് വരുമ്പോഴേ ഈ പ്രാവുകൾ, അതുപോലെ കുരങ്ങന്മാർ, ഇവർക്കൊന്നും ഒരു പേടിയില്ല. നേരെ നമ്മുടെ ദേഹത്തോട്ട് കയറി വന്നേക്കുക നടന്ന്. അവർ ഈ ആൾക്കാരെല്ലാം കണ്ട് അവർ ഓക്കെയാണ്. പക്ഷെ ഇവിടെ സൂക്ഷിക്കണം. ബാഗ് ഇവർ തട്ടിപ്പറിച്ചുകൊണ്ട് വേണേൽ പോകാൻ. നല്ല മൊബൈൽ, അതുപോലെ ഗ്ലാസ്. അതുകൊണ്ട് കുറച്ച് കെയർഫുള്ളായിരിക്കണം. കുറച്ച് അകന്ന് വേണം നിൽക്കാൻ. നമ്മൾ ഓൾമോസ്റ്റ് മുരുകൻ്റെ ഏതാണ്ട് ആ ഒരു ഹെഡിൻ്റെ ആ ഒരു ലെവൽ സ്റ്റെപ്പിൽ കയറി ഇവിടെ എത്തി. ഇവിടെ ഒരു കൂൾ ക്ലൈമറ്റാണ്. വാലെ പിടിച്ചിരിക്കുക കൊച്ചൊരു ന്യൂബോൺ. ബാട്ടു കേവ്സ് മുഴുവൻ കുരങ്ങന്മാരുടെ കളിയാണ്. എന്നാൽ വലിയ കുഴപ്പമില്ല, നമ്മളെ ഇവർ ശല്യം ചെയ്യില്ല. ഓൾമോസ്റ്റ് നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഒരു മെയിൻ ഡെസ്റ്റിനേഷനാണ് ബാട്ടു കേവ്സ്. അപ്പം നമുക്ക് മലയാളികൾക്ക് ഇവിടെ വരിക എന്ന് പറയുന്നത് ഒരു പുതുമയല്ല, പക്ഷെ വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. നമ്മളിങ്ങനെ ഫോട്ടോയിൽ കൂടെ കാണുന്നതിലും റിയലായിട്ട് വന്ന് കാണുന്ന രസം നമുക്ക് ഫോട്ടോയിൽ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റില്ല.
ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് എൻഡ്. ഇവിടെ ഒരു ടെമ്പിളുണ്ട്. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ഒന്ന് നേരെ പോകണം. നമ്മുടെ ടാക്സി അവിടെ വെയിറ്റ് ചെയ്യുകയാണ് നമ്മളെ കൊണ്ട്. ജെൻഡിങ്ങിപ്പാൻ ഒരു ചൈനീസ് ഗൈ ആണ് നമ്മുടെ ഇന്നത്തെ സാരഥി. നമ്മളങ്ങനെ ഇതിൻ്റെ ബാട്ടു കേവ്സിൻ്റെ ഏറ്റവും അവസാനത്തെ ഏരിയയിലെത്തി. ഇതൊരു ടെമ്പിളാണ് ഇവിടെ. ഒന്നേരി കാണാനൊരു അപാര ഭംഗി തന്നെ ശരിക്കും പറഞ്ഞാൽ. ഇത് നല്ല ഒരു ക്ലൈമറ്റും. പുറത്ത് ചൂടാണെങ്കിൽ ഇതിനകത്ത് കാര്യമായിട്ട് ചൂടില്ല. ഇതൊക്കെ വെള്ളം ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. ചുണ്ണാമ്പ് കല്ല് ശരിക്കും. ബാട്ടു കേവ്സിന് തിരികെ പോവുകയാണ്. ലാസ്റ്റത്തേതായി ഈ ഒരു ശ്രീ വല്ലിദേവൻ എന്ന് പറയുന്ന ടെമ്പിളിൻ്റെ ആ ഉൾഭാഗത്ത് എത്തി. അവിടെ കണ്ടു. നമ്മൾ ഇവിടുന്ന് തിരിക്കുകയാണ്. ഇവിടെ ടൂറിസ്റ്റ് ഒത്തിരി വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ കാണാനും ഇവിടെ നിന്ന് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ അത്രയും ഭംഗിയാണ് ഇതിനകം. നാച്ചുറൽ ബ്യൂട്ടി എന്ന് തന്നെ പറയാം. ബൈ ബൈ ബാട്ടു കേവ്സ്, ബൈ ബൈ. നമ്മളങ്ങനെ ഓരോ സ്റ്റെപ്പ് നമ്മൾ പതുക്കെ ഇറങ്ങുകയാണ്. ബാട്ടു കേവ്സിൽ നമ്മൾ നേരെ ജെൻഡിങ്ങിലോട്ടാണ് പോകുന്നത്. നമ്മുടെ ഹോട്ടലിൽ നിന്ന് ബാട്ടു കേവ്സിലോട്ട് വരാൻ നമുക്ക് 40 റിങ്കറ്റ് മാത്രമാണ് ചിലവുള്ളത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അവിടെ നിന്ന് നമുക്ക് KL ഇതുണ്ട്, ട്രെയിനുണ്ട്. ആ ട്രെയിനിൽ ഇവിടെ വരുവാണെങ്കിൽ 5 റിങ്കറ്റ് എന്തേ ആകത്തുള്ളൂ. നമ്മൾ ഇതിനടുത്തോടെ തന്നെ ട്രെയിൻ സ്റ്റേഷനുണ്ട്. അപ്പം അത്രയ്ക്ക് നമുക്ക് റീസണബിളായ പ്രൈസിൽ ഇവിടെ യാത്ര ചെയ്യാം. രാജ്യത്ത് വിസിറ്റ് ചെയ്താലും ചെന്നൈയാണെങ്കിൽ തന്നെ ഒരു സ്റ്റഡി എടുത്ത് സാവധാനം വേണം ഇത്തരം കാര്യങ്ങളിലോട്ട് നമ്മൾ തിരിയാൻ. പടയെന്ന് ആദ്യം കണ്ട് കേട്ട് ഓടിപ്പോയി എടുത്താൽ ചിലപ്പം നമുക്ക് ഒത്തിരി പൈസ പേ ചെയ്യേണ്ടി വരും. നമ്മൾ ബാട്ടു കേവ്സിൽ നിന്ന് വിടുവാണ്. ചക്കു പണ്ട് വന്നപ്പോഴത്തേക്ക് ഉറങ്ങിയ സ്ഥലമാണ് ഇത്. ഇവിടെ വന്ന് അവൻ ആ ടയേർഡായിട്ട് ഇവിടെ വന്ന് ഉറങ്ങിപ്പോയി. ഞങ്ങൾ നോക്കുമ്പോൾ അവൻ ആ തറയിൽ നിന്ന് ഉറങ്ങുമോ. പക്ഷെ ഇതൊക്കെ പുതുതായിട്ട് വന്നിരിക്കുന്ന സംഭവങ്ങളാണ്, ഈ ഷോപ്പിംഗ് പോലത്തെ സംഭവങ്ങൾ. നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കാറിൻ്റെ അങ്ങോട്ടാണ്. പ്രാവും കൂട്ടത്തിനകത്തൂടെയാണ് നടക്കുന്നത്. പ്രാവിനൊരു പേടിയില്ല. നമുക്ക് ഇവിടുന്ന് ഫുഡ് വാങ്ങി ഫീഡ് ചെയ്യാൻ പറ്റും ഇതിനെ. വലിയ ഹനുമാൻ്റെ പ്രതിമയൊക്കെ ഉണ്ട് ബാട്ടു കേവ്സിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ.
അതാണ് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഏരിയ. ഗ്രാബ്, ടാക്സി, അതൊക്കെ. നമ്മൾ ഗ്രാബായിരുന്നു എടുത്തിരുന്നത്. ഇനിയിപ്പോൾ നേരെ അടുത്ത പ്ലേസിലോട്ട് പോവാണ്. അങ്ങനെ ബാട്ടു കേവ്സിനോട് ബൈ ബൈ. ബാട്ടു കേവ്സ് എല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ബാട്ടു കേവ്സിൽ ഏതാണ്ട് 1.5 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്തു. അതിന് മുകളിൽ കയറി അവിടെ എല്ലാം കണ്ടിറങ്ങാൻ ഏതാണ്ട് 1.5 മണിക്കൂർ നമുക്ക് വേണം. ഇപ്പം നമ്മൾ പോകുന്നത് ജെൻഡിങ് ഐലൻഡിലോട്ടുള്ള റൂട്ടിലാണ്. ഈ ഏരിയയിലാണ്, ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ പ്രശസ്തമായ ഡുറിയാൻ എന്ന് പറയുന്ന ഫ്രൂട്ട് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഈ ഏരിയ. ഭയങ്കരമായിട്ട് സ്മെല്ലുള്ള ഒരു ഭയങ്കര സ്ട്രോങ് സ്മെല്ലുള്ള ഒരു ഫ്രൂട്ടാണത്. അതുകൊണ്ട് ഇവിടുത്തെ ഹോട്ടലുകളൊന്നും അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതുപോലെ പബ്ലിക് ഏരിയയിൽ അവിടെ ഇവിടെയൊക്കെ ഇത് ഉപയോഗിക്കാനൊക്കെ റെസ്ട്രിക്ഷൻ കൊടുത്തിട്ടുണ്ടത്. പക്ഷേ ഭയങ്കര ടേസ്റ്റുള്ള ഫ്രൂട്ടാണ്. അല്പം എക്സ്പെൻസീവാണ്. നമ്മളൊരു ഫുൾ ഫ്രൂട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഓൾമോസ്റ്റ് ഒരു 80 to 90 റിങ്കറ്റ് വരെ അവർ ചോദിക്കും. ചക്ക പോലെ ഇരിക്കും, പക്ഷേ സ്മെല്ല് ഭയങ്കരമാണ്. ഫാസ്ടാഗ് വഴി അത് കട്ടായി. നേരെ ഇപ്പം നമ്മൾ പോകുന്നു ജെൻഡിങ്. ഇവിടെ ഈ ഡുറിയാൻ എന്ന് പറയുന്ന ഫ്രൂട്ടിൻ്റെ സീസണാണ് ഇപ്പം. അദ്ദേഹം പറയാൻ ഈ ഒരു റീജിയനിലാണ് അത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതും ഇവിടുന്നാണ് എക്സ്പോർട്ട് ചെയ്യുന്നതും. നമുക്കിനി ബാട്ടു കേവ്സിൻ്റെ യാത്ര കഴിഞ്ഞിട്ടുള്ള അടുത്ത യാത്ര ജെൻഡിങ്ങിലോട്ടുള്ള ഈ യാത്ര നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.